സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്. 4-5 തലമുറകളായി ഈ നഗരത്തിൽ ഒരു ഭാഗമായി മാറിയിട്ടുള്ള ഞാൻ എൻ്റെ കോഴിക്കോട് ദേശത്തിന്റെ എല്ലാ സവിശേഷ ഘടകങ്ങളിലും അഭിമാനിക്കുന്നു. പോർലാതിരി രാജാക്കന്മാരിൽ നിന്ന് സാമൂതിരി രാജാക്കന്മാർ 12-ാം നൂറ്റാണ്ടിന് ശേഷം കോഴിക്കോട് ഭരണം സ്വരൂപം കൊണ്ട് ഉണ്ടായ തുറമുഖ നഗരമാണ് കോഴിക്കോട്. വ്യാപാര കേന്ദ്രം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ കോഴിക്കോട് സ്വീകരിച്ചിരുന്നു. ഈ സാമൂഹ്യ സാംസ്കാരിക സവിശേഷതകളാണ് കോഴിക്കോട് നഗരത്തിന്റെ വേരുകളായി കിടക്കുന്നത്. 15-ാം നൂറ്റാണ്ടിന് ശേഷം പ്രശസ്തരായ സംസ്കൃത പണ്ഡിതന്മാരും ഭാഷാ പണ്ഡിതന്മാരും കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു. കാക്കശ്ശേരി, മേൽപ്പത്തൂര്, പുനം നമ്പൂതിരി തുടങ്ങിയവർ ഇവരിൽ പെടുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിനും കോഴിക്കോട് മലബാർ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കാരണമായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയോടുള്ള അടുപ്പം ഒരു പുതിയ സംസ്കാരത്തെ കോഴിക്കോടിന് പ്രദാനം ചെയ്യാൻ സാധിച്ചു. നാടകോത്സവങ്ങളുടെ നഗരമാണ് കോഴിക്കോട്. അത് മാത്രമല്ല, പുതിയ എഴുത്തുകാർ വന്ന് കോഴിക്കോട് താമസമാക്കിയപ്പോൾ അവർ എല്ലാ ഞായറാഴ്ചകളിലും കോലായയിൽ ഒത്തുചേരുമായിരുന്നു. ഉറൂബ്, തിക്കോടിയൻ, കക്കാട്, R രാമചന്ദ്രൻ, P മുഹമ്മദ്, MGS നാരായണൻ തുടങ്ങിയവരാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 3 കോലായകളിൽ പങ്കെടുത്തത് ഓർമ്മ വയ്ക്കുന്നുണ്ട്. ചിത്രകാരനായ നമ്പൂതിരിയുടെ വീട്ടിൽ വെച്ച് നടന്ന, എഴുത്തുകാരനായ ഉറൂബിന്റെ വീട്ടിൽ വെച്ച് നടന്ന, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന കോലായയിൽ ഒരു കേൾവിക്കാരനായി പങ്കെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. എഴുതിയത് വായിക്കുകയും വായിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഏകദിന ശില്പശാലയായിരുന്നു കോലായ എന്ന് പറയുന്നത്. കോഴിക്കോട് നഗരം പുതിയ എഴുത്തുകാരെയും ആകർഷിച്ചു. ജോലി സംബന്ധിച്ച് കോഴിക്കോട് എത്തുകയും പിന്നെ കോഴിക്കോടിനെ പ്രിയപ്പെട്ട നഗരമാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരാണ് ഉറൂബ്, MT വാസുദേവൻ നായർ, തിക്കോടിയൻ, NN കക്കാട് തുടങ്ങിയിട്ടുള്ള എഴുത്തുകാർ. ആകാശവാണിയുടെ പാരമ്പര്യം ഈ എഴുത്തുകാരെ ഉയർത്തുന്നതിനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയിപ്പിക്കുന്നതിനും സർഗരചനയുടെ വിജയം കൊള്ളുന്നതിനും കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള 25 പ്രസാധകരെങ്കിലും കോഴിക്കോട് നഗരത്തിലാണ്. 600-ലധികം ലൈബ്രറികൾ ഇപ്പോഴുണ്ട്. 10 നാടക സംഘങ്ങളുണ്ട്. ഇവരൊക്കെയും തന്നെയും കോഴിക്കോട് നഗരത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ തങ്ങളുടേതായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. പുതിയ എഴുത്തുകാരുടെ ആശാകേന്ദ്രമാണ്, പുതിയ പ്രസാധകരുടെ പ്രതീക്ഷാ കേന്ദ്രമാണ് കോഴിക്കോട്. സംഗീതത്തിന്റെയും ഒരു പാരമ്പര്യത്തെ ഉൾക്കൊണ്ടിരുന്നു. MS ബാബുരാജ് മെഹ്ഫിലുകളുടെ രാജകുമാരനായിരുന്നു. അതൊരു സംഗീത പാരമ്പര്യത്തിന്റെ കോഴിക്കോടിനെയാണ് കാണിക്കുന്നത്. കോഴിക്കോടിനെ പുസ്തക നഗരമായി UNESCO തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കാലത്ത് ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം കോഴിക്കോട് വെറുമൊരു സാംസ്കാരിക കേന്ദ്രമല്ല, അതിനപ്പുറമാണ്. മതമൈത്രിയും ആതിഥേയ മര്യാദയും ഭക്ഷണ പാരമ്പര്യവും കോഴിക്കോടിനെ ആകർഷകമാക്കുന്നുണ്ട്. ഞാൻ അഭിമാനം കൊള്ളുന്നു എൻ്റെ പ്രിയ കോഴിക്കോടിൽ. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.